ഇപ്പോൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുകയാണ്. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. ഏത് മലയാളിയാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പാർട്ടി തയ്യാറാണെന്ന് പറയാനാണ് ഈ മുസ്ലിം ഔട്ട്റീച്ചിന്റെ പ്രോഗ്രാം ഇന്ന് തുടങ്ങുന്നത്. നടക്കാത്ത സംഗതി വിളിച്ചു പറഞ്ഞു വെറുതെ നാറണ്ട പറയാനാണ് ഈ മുസ്ലിം ഔട്ട്റീച്ചിന്റെ പ്രോഗ്രാം ഇന്ന് തുടങ്ങുന്നത്. ഇതിൽ രാഷ്ട്രമില്ല, ഇത് വോട്ട് പിടിക്കാനല്ല. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. പോലീസുകാർ തലച്ചോറുള്ളവരാ. ആരെയും വിഡ്ഢിയാക്കാൻ CPM-ഉം കോൺഗ്രസ് ചെയ്യുന്ന രാഷ്ട്രീയമല്ല. പക്ഷെ മറ്റുള്ളവർ വെറും മണ്ടന്മാരായി കളയരുത് കേട്ടോ. ഇത് ഞങ്ങൾ ട്രസ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടി ചെയ്യുന്നു. ഇതുവരെ വിഷം നിറച്ച് വെച്ച രാഷ്ട്രീയത്തെ പൊളിക്കാൻ ഒരു ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന്. സിൻസിയറായിട്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും പോവും. നീ ഒരു സ്വപ്ന ലോകത്താണ്, യാഥാർത്ഥ്യങ്ങളിൽ നിന്നും വളരെ അകലെ. ഈ ടീം എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റീനെ കാണും. സംഗതി രാജീവ് ചന്ദ്രശേഖർജി, ഈ ഞമ്മന്റെ ആളുകളെ നിങ്ങൾ കൂട്ടിയാൽ വേറെ ആരെയും കൂട്ടുന്ന പോലല്ല. അവര് പിന്നെ മൊത്തം കാര്യങ്ങൾ ഏറ്റെടുക്കും. എന്തിനാ ഇങ്ങനെ ഒരു നാടകം? ആവശ്യമുണ്ട്. നിങ്ങളെ ആരെക്കാളും നന്നായി സ്നേഹിക്കും, നല്ല നല്ല ഭക്ഷണം തരും, ബാക്കിയുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യും. വേണമെങ്കിൽ നിങ്ങളുടെ ആഫീസിൽ ഒരു മൗലീദോ റാത്തീബോ കുത്റാത്തീബോ എന്തോ വേണമെങ്കിലും നടത്തും. മുങ്ങാൻ പോകുന്ന വള്ളത്തിൽ കയറുമ്പോ ടിക്കറ്റ് ഉണ്ടോന്ന് ആരും ചോദിക്കില്ലല്ലോ. കേറട്ടെ. രാജീവ് ചന്ദ്രശേഖർജിയോട് എനിക്ക് പറയാനുള്ളത്, ഇവർക്കൊക്കെ തീറ്റി ഇട്ടു കൊടുത്തോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇട്ടു കൊടുക്കുമ്പം അത് ഇവരുടെ പള്ളയ്ക്ക് മാത്രമേ ചെല്ലത്തോളം എന്നുള്ള ഒരു ബോധ്യം അങ്ങേക്ക് ഉണ്ടാവണം. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. ഇവര് തിന്നുന്നത് കൊണ്ട് ഈ സമുദായത്തിൽ നിന്ന് ആരെയും കിട്ടൂല. അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ തീറ്റിച്ച് കളയും. ക്രിസ്ത്യൻ സമുദായത്തിലും മുസ്ലിം സമുദായത്തിലും ഈ നിങ്ങളുടെ അടുത്ത് വന്ന് കണക്ക് പറയുന്നവരൊക്കെ കണക്ക് തെറ്റിച്ചു പറയുക. ശത്രുക്കളെല്ലാം പ്രബലരാണ്. ലക്ഷ്യത്തിലെത്തുന്നവരെ ഞാൻ ജീവനോടെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു നാടകം ആവശ്യമാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ പല ഔട്ട്റീച്ചും പൊളിഞ്ഞു പോയെന്ന്. കാരണം ജനങ്ങൾക്ക് നിങ്ങളെ വിശ്വാസത്തിലെടുക്കണമെങ്കിൽ നിങ്ങൾ അവരുടെ ശത്രുക്കളല്ലെന്ന് അവർക്ക് ബോധ്യപ്പെടണം. അതല്ലാതെ ഈ നൗഷാദ് കരിവെട്ടൂരും അബ്ദുസലാമിനെയും പിടിച്ച് അകത്ത് നിർത്തിയോണ്ട് കാര്യമൊന്നുമില്ല. എന്തെങ്കിലും അവരുടെ തീറ്റി കാര്യങ്ങളൊക്കെ നടക്കും, അവർക്ക് എന്തെങ്കിലും കുഞ്ഞൻ ഞുണ്ണം പോസ്റ്റ് കിട്ടും, പിന്നെ അത്തരം ചില കാര്യങ്ങൾ നടക്കും. അവരുടെ പേരിൽ എന്തെങ്കിലും കേസുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിവായി കിട്ടുമെന്നുള്ളതല്ലാതെ സമുദായത്തിൽ നിന്ന് വോട്ട് വേറൊന്നും കിട്ടത്തില്ല. എന്താ ലാസ്റ്റ് നീ അങ്ങനെ വർത്താനം പറഞ്ഞു? എന്റെ കടയിൽ വന്ന് ലാസ്റ്റ് നീ അങ്ങനെ വർത്താനം പറഞ്ഞതിന്റെ കാര്യം എന്തുവാ? ഞങ്ങളുടെ കാഴ്ചപ്പാട് BJP സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വികസിത കേരളം, അത് എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവരുടെ ഒപ്പം ഞങ്ങൾ ചെയ്യാൻ ആണ് ഞങ്ങളുടെ താല്പര്യം എന്ന്. ആ വോട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എങ്ങനെങ്കിലും സുകുമാരൻ നായർ സാറിനെയോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിനെയോ ഒക്കെ റെഡിയാക്കി എടുക്കണം. വെള്ളാപ്പള്ളി നടേശൻ സാറിനെ റെഡിയാക്കിയാലും മൊത്തമായിട്ടൊന്നും കിട്ടൂല. ഇതിൽ എനിക്കറിയാം ചിലവർ പറയും ഇത് രാഷ്ട്രീയമാണ്, ഇതാണ് മറ്റതാണെന്നെല്ലാം പറയും. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. പക്ഷേ ഇതിൽ ഒരു സിൻസിയറിറ്റി ഉണ്ട്. അബ്ദുൾ സലാം ജി ഒരു ഏറ്റവും റെസ്പെക്റ്റഡ് ഞങ്ങളുടെ ഒരു നേതാവാണ്. അറിയാം. അബ്ദുള്ള കുട്ടിജി ഉണ്ട്, ഞങ്ങളുടെ നാഷണൽ വൈസ് പ്രസിഡന്റ്. ഇവരെല്ലാവരും ഒപ്പം ഞങ്ങൾ എല്ലാ വീട്ടിൽ കയറി മെസ്സേജ്, ഞങ്ങളൊരു വികസന സന്ദേശം എന്താണ് BJP ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കൃത്യമായി പറയും. എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും സാർ, ശരിയായിക്കോളും. അപ്പോൾ അതിന്റെ ഭാഗമായി ഇതുവരെ 20-30 കൊല്ലമായിട്ട് ഇവിടെ സൃഷ്ടിച്ച ഒരു നുണ, BJP ഒരു മതത്തിന്റെ എതിരെയാണെന്നോ ഞങ്ങളാണോ ഒരു വർഗീയവാദി പാർട്ടിയാണെന്ന്, ഇതെല്ലാം ഞങ്ങൾ പൊളിക്കാൻ ശ്രമിക്കും എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവന്മാരൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. വർക്കല നടന്ന ഓർമ്മയുണ്ടല്ലോ അല്ലേ? हम रोटी के साथ में बूटी खाने वाले, तुम गोबर खाने वाले. आज लांडेला आम्ही कर रे ഇയാളെന്നെ കാല് പിടിപ്പിച്ചിറങ്ങത്തോ. ഇനി ഇവിടെ നിന്ന് വാ വിളിച്ചാറുണ്ടല്ലോ. ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തല്ലേ അണ്ടവാ.